സ്റ്റെബിലിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്ട്രീം ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇതിനകത്ത് കൊണ്ടുവന്നു. ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. A7 M4ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു 3.0.1. ഈ മാസം ഫേംവെയർ അപ്ഡേഷൻ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. ഫേംവെയർ അപ്ഡേഷൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ബഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതും കൂടാതെ ഈ ഫേംവെയർ അപ്ഡേഷനിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സാണ് സോണി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോണിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേംവെയർ വേർഷൻ 1.01 ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ എന്തായാലും അത് വേർഷൻ 1.05 അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ 3 അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ 2 ഒട്ടുമിക്ക എല്ലാവരുടെയും 2 ആണെന്ന് വിചാരിക്കുന്നു. 2 ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ മെമ്മറി കാർഡിനകത്ത് സാധനം കയറ്റിയിട്ടാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡിങ് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഫീച്ചേഴ്സും ഏകദേശം 100 MB ആണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഇതിനകത്ത് പോയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാറ്ററി 75% മുകളിൽ ചാർജ് വേണം. കാരണം ഈ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വാർണിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാം. എവിടെ നമുക്ക് കോപ്പി ചെയ്യാം. നിങ്ങളുടെ ക്യാമറയിൽ കാർഡ് ഇട്ട ശേഷം ഏറ്റവും അടിയിൽ സെറ്റപ്പിൽ വരിക 12ാമത്തെ സെറ്റപ്പ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വേർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേർഷൻ 2.0 ആണ് ഇപ്പോൾ എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതാ വേർഷൻ വെച്ചാൽ അതുപോലെ കാണിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടൊരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ കാർഡിലില്ലെങ്കിൽ അത് കാണിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. അടിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ശേഷം എക്സിക്യൂട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇതേപോലെ ടൈം എടുക്കും. അപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് വരെ സമയം എടുക്കുന്നതാണ് ഇവരകത്ത് പറയുന്നത്. ഇപ്പോൾ ഫേംവെയർ അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി അപ്ഡേറ്റ് കംപ്ലീറ്റ് പറഞ്ഞ് ഇതേപോലെ ഒരു ഓപ്ഷൻ കാണിക്കും. നമുക്ക് ഓക്കെ കൊടുക്കാം. അത് സെറ്റിങ്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മെയിൻ ഫീച്ചറായിട്ട് തോന്നിയത് സോണി ഇതിനകത്ത് ഒരു സ്ട്രീമിംഗ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ട്രീമിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോണും ക്യാമറയും വെച്ചിട്ട് ഈസി ആയിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. അതായത് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. അതുകൂടാതെ വൈഫൈയുടെ കണക്ഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ക്രിയേറ്റീവ് ലുക്കിനകത്ത് എഡീഷണൽ കുറച്ച് ലുക്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.